ജർമ്മൻ ബസ് കമ്പനിയായ ഫ്ലിക്സ് ബസ് കേരളത്തിലും വരികയാണ്. ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാണ് കമ്പനിയുടെ പരിപാടി. ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴി ആലപ്പുഴയിലേക്കായിരിക്കും തുടക്കത്തിൽ ബസിന്റെ സർവീസ് എന്നാണ് അറിയുന്നത്. ഇതിനായി ആദ്യം 4 ബസ്സുകൾ ഏർപ്പെടുത്തും. ഇതുകൂടാതെ തൃശൂർ, പാലക്കാട് സർവീസുകളും പരിഗണനയിലുണ്ട്. പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രാദേശിക ബസ് ഓപ്പറേറ്റർമാരുമായി പങ്കാളിത്തത്തിന് ഫ്ലിക്സ് ബസ് ചർച്ചകൾ നടത്തി വരികയാണ്. നിലവിൽ പ്രത്യേക ഓഫറുകളൊന്നും ടിക്കറ്റിൽ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും തുടക്കം മുതൽ ഏറ്റവും മത്സരക്ഷമമായ വിലയിലാകും ടിക്കറ്റുകൾ ലഭ്യമാകുക എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ഇതോടെ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ വഴിയൊരുങ്ങുമെന്നാണ് കരുതേണ്ടത്. ബംഗളൂരുവിൽ നിന്ന് വിവിധ നഗരങ്ങളിലേക്ക് 99 രൂപയ്ക്ക് സർവീസ് നടത്തി യാത്രക്കാരുടെ ശ്രദ്ധയാകർഷിച്ച കമ്പനിയാണ് ഫ്ലിക്സ് ബസ്. ദീർഘദൂര ബസ് യാത്രകൾക്കായി യൂറോപ്പ്, നോർത്ത് അമേരിക്ക, തുർക്കി എന്നിവിടങ്ങളിൽ ആരംഭിച്ച ട്രാവൽ ടെക് കമ്പനിയാണ് ഫ്ലിക്സ് ബസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ച ഫ്ലിക്സ് ബസ് 2024 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെത്തുന്നത്. ഫ്ലിക്സ് ബസ് ദക്ഷിണേന്ത്യയിൽ പ്രവർത്തനം പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകൂടി പങ്കുവച്ച പോസ്റ്റ് കേരളത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. കുത്തക ബസ് സർവീസുകൾക്കെതിരെ കേരളത്തിൽ സമരമുണ്ടാകുമോ എന്ന് പേടിച്ച് ജർമ്മൻ കമ്പനി കേരളത്തെ റൂട്ടിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന് ഭയക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഏതായാലും സ്വകാര്യ ബസ് സർവീസുകളുടെ ചൂഷണത്തിന് നിത്യമിരയാവുന്ന ഇതര സംസ്ഥാന യാത്രക്കാർ ഫ്ലിക്സിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്നാണ് കരുതുന്നത്. ചാർജ് കുറവാണെങ്കിൽ ആര് സർവീസ് നടത്തിയാലെന്ത്, അതായിരിക്കും അവരുടെ മനസ്സ്.